ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കഷ്ടമുണ്ട് കേട്ടോ. അയ്യോ, ഇതന്നെ എങ്ങനെ രണ്ടുപേരുടെയും വേഷം തമ്മിൽ ഒരു ചേർച്ചയില്ലല്ലോ. ഓ, ഇത്രയും ആളുകളുടെ മുന്നിലേക്ക് പോകുന്നതല്ലേ, ഭാര്യ ഭർത്താക്കന്മാരായ ഒരു പാറ്റനൊക്കെ വേണ്ടേ? കഥ താനെന്താ ഇങ്ങനെ ഒരു ഡ്രസ് ചൂസ് ചെയ്തേ? കമോൺ, താനത് പെട്ടെന്നൊന്ന് മാറ്. നമുക്ക് വേഗം അവിടെ എത്താനുള്ളതാ. ഒരു കാര്യം ചെയ്യ്, സാറിന്റെ ഈ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ഒരു മോഡേൺ ഡ്രസ് മാഡം സെലക്ട് ചെയ്യ്. അതാ നല്ലത്. എല്ലാവരുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാ അതുപോലെ ചെയ്യുമോളെ. നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നേ? എന്ത് ചോദ്യം താൻ ചോദിക്കുന്നത്? എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കല്ലേ. ആ, അതെന്താണെന്ന് എന്റെ ചോദ്യം. താൻ ഡിസൈൻ ചെയ്ത തനി കേരള തനിമയുള്ള നമ്മുടെ വില്ല പ്രൊജക്ടിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ സർക്കാരിന്റെ മുന്നിലും, ചെയ്യാൻ പോകുന്നത് തനി കേരളീയ മാതൃകയിലുള്ള കെട്ടിടങ്ങളും. പക്ഷേ കേരളീയ വേഷം ധരിച്ച കുഴപ്പാണല്ലേ? പറയുന്ന നമ്മൾ തന്നെ ആദ്യം മാറാതെ എങ്ങനെ ആൾക്കാരെ മാറ്റാൻ പറ്റുന്നേ? ആ ചോദ്യം കലക്കല്ലോ മോളെ. ഇപ്പൊ എങ്ങനെയുണ്ട് നവീൻ? ഇപ്പോഴത്തെ പെൺകുട്ടികള് കാര്യങ്ങൾ ചിന്തിക്കില്ല എന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? സാറേ, മർമ്മത്ത് തന്നെയാണല്ലോ കയറി പിടിച്ചിരിക്കുന്നത്. ഗാഥ പറഞ്ഞാണ് ശരി. ഒരു മാറ്റം ഉണ്ടാവുമ്പോ അത് ബേസ് തന്നെ തുടങ്ങണം. ഓക്കെ, ഞാനും ഡ്രസ് ചേഞ്ച് ചെയ്തേക്കാം. അയ്യോ നവീൻ, ഇനിയിപ്പോ അത് വേണമെന്നൊന്നുമില്ല. വേണം. ഈ പ്രൊജക്ടിന്റെ ടോട്ടൽ ഐഡിയ തന്റേതാ. അതുകൊണ്ട് ഈ പ്രൊജക്ടിന് വേണ്ടി താൻ പറയുന്ന ഒരു കാര്യങ്ങളിലും ഇനി ഒരു കോംപ്രമൈസും ഇല്ല. ഒരു കാര്യം ചെയ്യും, റൂമിലേക്ക് വന്ന് എനിക്കൊരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് തന്നാ മതി. അത് നവീൻ തന്നെ സെലക്ട് ചെയ്താൽ മതി. എന്തുവോ മാഡം ഇത്? സാറിത് മാറ്റാവെന്ന് പറഞ്ഞതിന് വലിയ കാര്യമാ. പിന്നെ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ വ്രതത്തിലല്ലേ മാണിക്കുഞ്ഞെ? വ്രതത്തിലാണെന്ന് കരുതി ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നും വരില്ലെന്നേ. ചെന്ന് എടുത്തു കൊടുക്കും മോളെ. ചെല്ലു മോളെ. താൻ പാടും. അമ്മേ, ഒരു കാര്യം ഇറങ്ങി തിരിച്ചാ അതിന്റെ എല്ലാ കാര്യങ്ങളും ഗാഥമാർത്തിന് മനസ്സിലുണ്ടല്ലേ? ആ, ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് ആ കുട്ടിയെ. ഒരു വാക്ക് പറയണമെങ്കിൽ പോലും വളരെ സൂക്ഷിച്ച അത് ഉപയോഗിക്കുന്നത്. വല്ലാത്ത അച്ചടക്കം തന്നെയാ. പക്ഷേ ഇത് ആദ്യം കണ്ടപ്പോ ഉണ്ടായിരുന്നേ, അതിനിടയിൽ എവിടുന്നോ വീണ് കിട്ടിയതാ. ആ ആക്സിഡന്റിന് ശേഷമുള്ള മാറ്റമാണെന്നാ എല്ലാരും പറയുന്നത്. അങ്ങനെയാണെങ്കിലേ കേരളത്തിലെ ഒരുപാട് പെൺകുട്ടികൾക്ക് ഇനി ആക്സിഡന്റ് സംഭവിക്കാനുള്ളതാ. മാണിക്കുഞ്ഞേ, അറിയാതെ പറഞ്ഞു പോയതാണേ, ക്ഷമിക്ക്. ഇവളെന്തിനാ ഒഴുങ്ങി പിടിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നത്? ഇവളുടെ നീപ്പിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയണം. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എല്ലാരെയും വിളിച്ച് കാണിക്കണം. നല്ല ആളാ. ഇതെന്താ ഇവിടെ നിൽക്കുന്നത്? അല്ല, ഞാൻ അകത്തേക്കില്ല. പിന്നെ അകത്തേക്ക് വന്ന ഞാൻ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. ഇങ്ങോട്ട് വാവണ്ട. അല്ല നവീൻ, എടോ, എനിക്കൊരു ഡ്രസ് എടുത്തോ? അത് നവീൻ എടുത്താ പോരെ? അതെ, ഈ ഭാര്യമാര് ഡ്രസ് സെലക്ട് ചെയ്ത് തരാ, പറ്റുമെങ്കിൽ അത് ഇട്ട് തരാന്നൊക്കെ പറയുന്നത്
ഒരു സൗഭാഗ്യമാണ്. ഞാൻ എടുത്തു തരാം, പക്ഷേ ഇട്ടു തരാനൊന്നും നിർബന്ധിക്കരുത്. ഇത് കൊള്ളാവോ? സ്നേഹമുള്ള ഭാര്യ സെലക്ട് ചെയ്തെന്നല്ലേ, പിന്നെ അതിനെക്കുറിച്ച് വേറൊരു അഭിപ്രായം പറയാനില്ല. വാങ്ങുന്നില്ലേ? അയ്യോ അമ്മേ, വ്രതം ഓഫ്. കഷ്ടമുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നേ, വാ ഇങ്ങോട്ട്. അമ്മായി വാ, നിന്നെ ഞാൻ ഇവിടെ നിൽക്കടി, ഇവിടെ നിൽക്ക്. കീർത്തി മോൾക്ക് വിവാഹപ്രായമായി, അതുകൊണ്ടാ ഇങ്ങനെയുള്ള വേണ്ടാത്ത ബുദ്ധികളൊക്കെ തോന്നുന്നേ. ഉദയനോട് നിർമ്മലയോടൊക്കെ ആലോചിച്ചിട്ടേ എത്രയും വേഗം കല്യാണം നടത്തി തരാൻ പറയണം. അതിന് വരുന്ന ചെലവൊക്കെ നവീൻ നോക്കിക്കോളും. അതെന്താ സുമിത്രേ, ഞങ്ങളറിയാതെ ഞങ്ങളുടെ മോളുടെ കല്യാണത്തിനൊരു തീരുമാനം? അത്തരം പ്രവർത്തികൾ കാണുന്നത് കൊണ്ട് തന്നെയാ. ചോദിച്ചു നോക്ക്, എന്തായിരുന്നു പരിപാടിയെന്ന്. നവീന്റെ മുറിയില് നവീനും ഗാഥയുണ്ട്, അവിടേക്ക് എത്തി നോക്കുകയായിരുന്നു ഇവളുടെ പരിപാടി.